യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇവിടെ നിനക്ക് വേണ്ടി സംസാരിക്കാൻ നീ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ ആലോചിക്ക്. എന്നിട്ട് തൻ്റെ ഇടത്തോടെ തന്നെ നിൽക്ക്. എങ്കിലേ നിന്റെ ലക്ഷ്യം നടക്കൂ. ആന്റി, എന്താ ആന്റി, നല്ല വിഷമമുണ്ടല്ലോ. ആന്റിക്കിനി പഴയതുപോലെ സന്തോഷിക്കാനാവില്ല മോളെ. എന്നാലും എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റി. എന്നാലും ആ ഡോക്ടർ ആന്റി ഇങ്ങനെ പറ്റിക്കണ്ടായിരുന്നു. ഡോക്ടർ കള്ളൊന്നും പറഞ്ഞിട്ടില്ല മോളെ. സത്യം തന്നെയല്ലേ പറഞ്ഞത്? ആന്റി പറഞ്ഞു കൊടുത്തതുപോലെ തന്നെയല്ലേ ഡോക്ടർ അങ്കിളിനോട് സൂര്യയോടും പറഞ്ഞത്. അതാണ് മോളെ വിധി. ദൈവം എന്നെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. ചില സമയത്ത് നമ്മളൊക്കെ ഓർമ്മിക്കാതെ പറയുന്നത് നടക്കുമെന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാ ഇവിടെയും സംഭവിച്ചത്. എന്ത് പറഞ്ഞ ആന്റിയെ സമാധാനിപ്പിക്കണ്ടേന്ന് എനിക്കറിയില്ല. എന്നാലും പറയോ, ആന്റി വിഷമിക്കണ്ട ആന്റി, ഞാൻ എന്തിനും ഒപ്പമുണ്ട്. അറിയാം മോളെ, ഇപ്പൊ എന്റെ ഏക ആശ്വാസം നീയാ. എത്രയും വേഗം നിന്റെ സൂര്യയുടെയും വിവാഹം നടക്കണം. എങ്കിലേ എനിക്ക് സമാധാനം ഉണ്ടാവൂ. ആദ്യം ആന്റിക്ക് അല്പം ആശ്വാസം കിട്ടട്ടെ, അതിനുശേഷം മതി വിവാഹം. എന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായി മോളെ. ഇനി എത്ര നാളെന്നേ അറിയേണ്ടതുള്ളൂ. അങ്ങനൊന്നും പറയല്ലേ ആന്റി. ഇപ്പോ സെക്കൻഡ് സ്റ്റേജ് ആണെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ട് മെഡിസിനിലൂടെ തന്നെ എന്തെങ്കിലും മാറ്റം ഉണ്ടാവും. ആന്റി മനസ്സ് കൈവിടാതിരിക്കുക. ഇല്ല മോളെ, ഞാനങ്ങനെ തളരാനൊന്നും പോകുന്നില്ല. ജനിച്ചാൽ എന്നായാലും മരിക്കും. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. കളിയായാലും കാര്യമായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു. ഇനി എത്രയും വേഗം ഞാൻ ആഗ്രഹിച്ചതുപോലെ നടക്കണം. അങ്കിളും സൂര്യയും കൂടി വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയണ്ടല്ലേ സത്യം നമ്മൾ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും നമുക്ക് അറിയാൻ പറ്റില്ലായിരുന്നു. ഒരു കണക്കിന് അറിയാതിരുന്നാ മതിയായിരുന്നു മോളെ. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചികിത്സയുടെ കാര്യത്തിലും ആന്റി എന്ത് തീരുമാനിച്ചു? എന്തായാലും ഒരു സർജറിക്ക് ഞാനില്ല. പിന്നെ എന്താ വേണ്ടെന്ന് സൂര്യൻ ദേവേട്ടനും തീരുമാനിക്കട്ടെ. എന്തെങ്കിലും ഉടനെ ചെയ്യണം ആന്റി. നമുക്ക് ആലോചിക്കാം. എനിക്കിപ്പോ മോളോട് മറ്റൊരു കാര്യം സംസാരിക്കാനുള്ളത്. നിന്റെയും സൂര്യയുടെയും വിവാഹം എത്രയും വേഗം നടക്കണം. അതിന് വൈകിപ്പിക്കാൻ പാടില്ല. ആന്റി, ഞാനൊരു ഐഡിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഭാവനയൊന്ന് കാണാൻ പോകുന്നുണ്ട്. എന്തിന്? എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്ന് ഞാൻ തീർത്തും പറയും. ശരിക്കും ഒരു നാടകം തന്നെ ഞാൻ അവിടെ കളിക്കും. എന്നാലേ ഭാവനയും വീട്ടുകാരെയും കയ്യിലെടുക്കാൻ പറ്റും. അത് വേണോ മോളെ? ഭാവന നിങ്ങളുടെ വിവാഹത്തിന് എതിരല്ലല്ലോ. അതുകൊണ്ടല്ല ആന്റി, സൂര്യക്ക് ഇപ്പോഴും എന്നെ വിവാഹം ചെയ്യാനുള്ള മനസ്സ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഭാവനയുടെ വീട്ടിൽ പോയി എന്റെ അഭിപ്രായം പറയും. അതിനുശേഷം ഞാൻ ചെയ്യാൻ പോകുന്ന എന്താന്ന് ആന്റി നോക്കിക്കോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിന്റെ പ്ലാൻ? ഭാവനയുടെ വീട്ടിൽ പോയിട്ട് വന്നതിന് ശേഷം ഞാൻ തിരികെ പോവാൻ വേണ്ടി ശ്രമിക്കും. അപ്പോ ആന്റി എന്നെ തടയണം. എന്തായാലും ഞാൻ പോകുന്ന തന്നെ വാശി പിടിക്കും. ഒടുവിൽ സൂര്യ തന്നെ എന്നെ വന്ന് തടയും. എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കൂ. അതുകൊള്ളാം. ഇവിടെ നീ പറഞ്ഞതുപോലെ തന്നെ നടക്കും. ഉറപ്പായിട്ട് സൂര്യ നിന്നെ തടയും. നിന്നോട് അവന് അത്രയ്ക്ക് സ്നേഹമുണ്ട്. ആ സ്നേഹം പ്രണയമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ആന്റി. ഓക്കെ മോളെ, വൈകണ്ട. നാളെ തന്നെ നീ ഭാവനയെ പോയി കാണണം.
ഇനിയൊന്നും പിന്നത്തേക്ക് മാറ്റി വെക്കരുത്. ഓക്കെ ആന്റി. നീ ആരോടെ ദേഷ്യം കാണിക്കുന്നേ? ഓരോന്നും കാണിച്ചു കൂട്ടുമ്പോ ഓർക്കണായിരുന്നു. പ്രതാപേട്ട, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ എന്ത് കാണിച്ചു? ഭാവനെ അപകടപ്പെടുത്തിയത് ഞാനാണോ? നീ ആണെന്ന് അഭി പറഞ്ഞില്ലല്ലോ. നിനക്കറിയാന്നല്ലേ പറഞ്ഞുള്ളൂ. അവനിങ്ങി വന്നോട്ടെ. എന്നെ അവന് പോലീസ് സ്റ്റേഷനിൽ കയറ്റണോ അല്ലേ? ഭാവനെ അപകടപ്പെടുത്തിയത് അനിരുദ്ധനാണെന്ന് അറിഞ്ഞിട്ടും നീ എന്തുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞില്ല? അപ്പൊ നീ ഭാവനയുടെ നാശം കാണാൻ ആഗ്രഹിച്ചു എന്നല്ലേ ആരും വിശ്വസിക്കൂ? അതെ, ഞാൻ അവളുടെ നാശം കാണാൻ ആഗ്രഹിച്ചിരുന്നവള് തന്നെയാ. അത്രമാത്രം ദ്രോഹം അവൾ എന്നോട് ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അവൾക്കുണ്ടായ അപകടത്തിൽ എനിക്കൊരു പങ്കുമില്ല. നോക്ക്, കുറ്റം ചെയ്യുന്നതിനേക്കാൾ വലിയ കുറ്റമാണ് കുറ്റവാളിക്കൊപ്പം നിൽക്കുന്നത്. അതുകൊണ്ടാ നിന്നെ സംശയം ഉണ്ടെന്ന് അഭി തന്നെ പോലീസിൽ പറഞ്ഞത്. ഇപ്പൊ ഭാവന നിനക്കെതിരെ പരാതിയില്ലെന്നും നിന്നെ സംശയമില്ലെന്നും പറഞ്ഞതുകൊണ്ടാ ആ SSR നിന്നെ വെറുതെ വിട്ടത്. അത് നീ മറക്കണ്ട. അവളുടെ ഔദാര്യം കൊണ്ടാണ് എന്നെ വിട്ടതെന്ന് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിലേ ഞാൻ വരില്ലായിരുന്നു. നീയും നിന്റെ ഏട്ടനും കാണിച്ചു കൂട്ടിയതല്ല, എന്നാണെങ്കിലും നിനക്ക് ദോഷം ചെയ്യും. അമ്മേ, അത് നീ മറക്കണ്ട. ഭാവനയുടെ ഭാവിയാ നിന്റെ ഏട്ടൻ തകർത്തുള്ളത്. ഇനി എന്നാണ് ഭാവനയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുന്ന ആർക്കും പറയാൻ പറ്റില്ല. അവൾ ഇനി തിരിച്ചു വരരുത്. അത്രമാത്രം അഹങ്കാരം അവൾക്ക്. ഇന്നെന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത് ഭാവന തന്നെയായിരിക്കും. അഭി അവൾ എന്തൊക്കെയോ പറഞ്ഞ് മയക്കെടുത്ത് വച്ചിരിക്കുക. എന്നാലും നീ ചെയ്തത് തെറ്റാണെന്ന് പറയരുത്. നിന്റെ ഏട്ടൻ ഒരാള് കാരണം ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണ് വഴിയാധാരമായത്. നോക്കിക്കോ, അതിനൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഏയ്, ഭാമയെ വീട്ടിൽ കാലുകുത്തി അന്നു മുതൽ നീയും നിന്റെ ഏട്ടനും കൂടെ തുടങ്ങിയ കളിയായിപ്പം ഭാവനയുടെ ആക്സിഡന്റിൽ കൊണ്ടെത്തിച്ചത്. എന്നിട്ടും നീ കുറ്റക്കാരിയാണെന്ന് ഭാവന പറഞ്ഞില്ല. അഭി നിന്നെ സംശയമുണ്ടെന്ന് പരാതി കൊടുത്തിട്ടും ഭാവന നിന്നെ സംശയിച്ചിട്ടില്ല. അത്രയ്ക്ക് മനുഷ്യത്തുള്ളവളാ ഭാവന. മതി, ഇനിയും ഭാവനെ കൂടുതൽ ഉയരത്തിലേക്ക് കയറ്റിക്കൊണ്ട് പോകണ്ട. എന്താ, നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ? അതെ, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്റെ 2 മക്കളെയും കൈക്കലാക്കിയിട്ടും എനിക്ക് നേരെ അവളെ തിരിച്ചു വിടുന്നില്ലേ? അതവൾക്ക് ദോഷം ഉണ്ടാക്കും. ആരാരൊക്കെ കഴിയൊഴിഞ്ഞെന്ന് നീ പറയുന്നത്? അഭി ഭാമയെ സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും ഓക്കെ. പക്ഷേ അരുന്നതി വീട്ടിൽ നിന്ന് പോകാൻ കാരണം നീ തന്നെയാണ്. ഓരോ ചെറിയ കാര്യങ്ങളും നീയാണ് ഊതി ഉറപ്പിച്ച് വലുതാക്കിയത്. അവസാനം അവരെ വാശി കയറ്റിയതും നീ തന്നെയാണ്.